നമസ്കാരം. ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മത തീവ്രവാദ സംഘടനയായ SDPI ഉൾപ്പെടെ ക്ഷേത്രത്തിന് മുന്നിൽ മൃഗബലി നടത്തി അശുദ്ധമാക്കാൻ ശ്രമിക്കുകയും കൂടാതെ അതുവഴി വലിയ രീതിയിലുള്ള ഹിന്ദു മുസ്ലിം കലാപം ലക്ഷ്യമിട്ടുമൊക്കെയാണ് ഓരോ പ്രവൃത്തികളും ചെയ്തു വരുന്നത്. BJP അല്ലാതെ ഇതര പാർട്ടിക്കാർ ഭരിക്കുന്ന കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇതൊക്കെ ഇപ്പോൾ വ്യാപകമായി നടന്നു വരുന്നത്. അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരിന്റെ ഒത്താശയോട് കൂടിയും മത തീവ്രവാദികൾ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തു വരികയാണ്. കേരളത്തിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്ന പിണറായി സർക്കാരിന്റെ അതേ സമീപനം തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരും സ്വീകരിച്ചു വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണി തന്നെ ഹിന്ദുക്കളെ തള്ളിക്കളയുകയും തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് മാത്രമുള്ള കപട സ്നേഹവും ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ മത തീവ്രവാദികൾക്ക് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയും തമിഴ്നാട്ടിലെ ജനത ഏറ്റവും അധികം ആരാധിക്കുന്ന മുരുകൻ ക്ഷേത്രത്തിൽ മൃഗബലി നടത്താൻ നോക്കിയ ജിഹാദികളെ തമിഴ്നാട്ടിലെ ഹിന്ദു വിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് BJPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ശക്തമായ പ്രതിഷേധം മൂലം പോലീസ് അറസ്റ്റിലേക്ക് വരെ നീങ്ങേണ്ട അവസ്ഥ പോലും ഉണ്ടായി. തമിഴ്നാട്ടിലെ തിരൂരപ്പൻ കേന്ദ്രം മധുരക്കുന്നിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് പോലീസ് തടഞ്ഞിരുന്നു. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ SDPI ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനകളാണ് മധുരക്കുന്നിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ എത്തിയത്. പ്രശസ്ത മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുണ്യമധുരക്കുന്നിലെ സിക്കന്ദർ ബാദുഷ ദർഗയിൽ ആടുകളെയും കോഴികളെയും അറുത്ത് ഇസ്ലാമിക സംഘടനകൾ കുർബാനി അർപ്പിക്കുന്നത് തടയണമെന്ന് ഹിന്ദു മക്കൾ കക്ഷി മധുര ജില്ലാ പ്രസിഡന്റ് സോളൈ കണ്ണൻ പോലീസ് കമ്മീഷണർ ലോകനാഥന് പരാതി നൽകിയിരുന്നു. മധുരയിലെ തിരൂരപ്പൻ കേന്ദ്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രക്കുന്ന് ഒരു പുരാതന സ്ഥലമാണെന്നും ഹിന്ദുക്കൾക്ക് വലിയ മത പ്രാധാന്യമുള്ളതാണെന്നും സോളൈ കണ്ണൻ തന്റെ പരാതിയിൽ പറയുകയും ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇസ്ലാമിക ജമാഅത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ ദർഗയിൽ വിരുന്നിനായി ആടുകളെയും കോഴികളെയും ബലി നൽകാൻ കുന്നിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ദർഗയിൽ പ്രാർത്ഥനകൾ മാത്രമേ അനുവദിക്കൂ, മൃഗബലി അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ പോലീസ് ജമാഅത്ത് നേതാക്കൾക്ക് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. സിക്കന്ദർ ബദുഷ ദർഗയിൽ ബലി ചടങ്ങുകൾ നടത്താൻ അനുമതി തേടി ഇസ്ലാമിക സംഘടനകൾ കഴിഞ്ഞ ആഴ്ച റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ മധുര ജില്ലാ ഭരണകൂടം ദർഗയിൽ പ്രാർത്ഥനകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കുന്നിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമത്തെ ഹിന്ദു മുന്നണി അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു. കുന്നിനെ ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു.